ഇതിലും ഭേദം കൊല്ലാണ്. ഇത് കൊല്ലിന് ഒരൊറ്റ റോഡ് പോലും ഇല്ല. ഇവരൊരു നാശത്തിന്റെ സന്തതികളാണ്. ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇത് മാർക്സിസ്റ്റുകാർക്കും കിട്ടില്ല, കോൺഗ്രസ്സുകാർക്കും കിട്ടില്ല. ഇതൊക്കെ BJPക്കാർ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. ഇവര് നമ്മളെ കൊല ചെയ്യവര്. ഒരൊറ്റ റോഡ്, ഒരു വികസനം, കാര്യങ്ങൾ ഒന്നുമില്ല. 10 രൂപ ഇവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് അവർ ആഘോഷങ്ങളും ചന്തകളും സൂത്രപ്പണികളൊക്കെ ആയിട്ട് അവരടിച്ചു മാറ്റി കൊണ്ടുപോയി വൈകുന്നേരം അവരുടെ തീറ്റക്കൂട്ടങ്ങളിലും ആഘോഷങ്ങളിലും അവർ സുഖമായി ജീവിക്കുക. അവരെ കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ല. പിന്നെ ഓരോരുത്തരും അവർ കഠിനമായി പുച്ഛിക്കുക. ഇവരൊരു വെറുക്കപ്പെട്ട ജന്തുക്കളെ പോലെ കാണുന്നുള്ളൂ. ചെയർപേഴ്സണായാലും ഈ മെമ്പർമാരായാലും ഈ കോൺഗ്രസിൻ്റെ മെമ്പർമാരൊക്കെ ഏതാണ്ട് ബഫൂൺ പോലെയാണ് ആൾക്കാർ കാണുന്നത്. വെറും ബഫൂണുകളെ പോലെ, കോമാളികൾ. അവർക്ക് ഒരു അടിസ്ഥാനമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും സമൂഹത്തിനോടില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ UDFും LDFും വരാനുള്ള സാധ്യത കുറവാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വികസനങ്ങളില്ല, ഒന്നുമില്ല. റോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ മോശമാണ്. നമുക്കിപ്പോൾ റോഡിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് 15 കൊല്ലമായി ഇത് കൊണ്ടെടുക്കണം. ഓട്ടോ ഓടിക്കുന്നു, 15 കൊല്ലമായി ഓട്ടോ ഓടിക്കുന്നു. ഈ കൊല്ലത്തെ പോലത്തെ ഒരു റോഡ് മോശം ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഫ്രണ്ടൊക്കെ പോയിട്ട് ഭാര്യയുടെ മാല പണയം വെച്ചിട്ട് ഒരു മാല ഉണ്ടായിരുന്നു. അത് പണയം വെച്ചിട്ട് 7000 രൂപയ്ക്കാണ് ഞാൻ ഇപ്പോൾ വണ്ടി മിനിഞ്ഞാന്നാണ് പണിതിറക്കിയ വണ്ടി. ഇവിടെ ഒരു റോഡും ഇരിഞ്ഞാലക്കുടയിൽ ഒരു റോഡും നല്ലതല്ല. ഒരൊറ്റ റോഡ് നല്ലതെന്ന് പറയാനില്ല ഇരിഞ്ഞാലക്കുടയിൽ. അപ്പോൾ വളരെ നമസ്കാരം. കഴിഞ്ഞ 25 വർഷമായിട്ട് UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപി 1ാം സ്ഥാനത്തെത്തിയ ഒരു മുനിസിപ്പാലിറ്റി കൂടിയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് വലിയ രീതിയിലുള്ള ഒരു മേൽക്കൈ ലഭിച്ചത്. അപ്പോൾ ആ ഒരു മേൽക്കൈ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിക്കുമോ, അല്ലെങ്കിൽ നിലവിലെ ഭരണത്തിൻ്റെ ഒരു പ്രവർത്തനം അത് എത്രത്തോളം വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെന്നെല്ലാം നമുക്ക് ഇരിഞ്ഞാലക്കുടക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? എൻ്റെ പ്രദീപ്. ചേട്ടാ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇനി ഏകദേശം ഒരു 3 മാസം കൂടിയുള്ളൂ. നിലവിൽ 25 വർഷമായിട്ട് ഇരിഞ്ഞാലക്കുട നഗരസഭ UDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇരിഞ്ഞാലക്കുടക്കാരൻ എന്നുള്ള നിലയിൽ താങ്കളൊരു അഭിപ്രായം എന്താണ്, ഒരു പ്രതികരണം എന്താണ് ഈ സമയത്ത്? യാതൊരു ഗുണം ഉണ്ടായിട്ടില്ല, യാതൊരു ഗുണം. 25 വർഷമല്ല, അതിന് മേലായാലും ഇവരെ കൊണ്ട് ആർക്കും ഒരു ഗുണമില്ല. ഇവർക്ക് ചന്ത നടത്താനും ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനും അതിൽ നിന്നുള്ള കാശ് അടിച്ചു മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഇവരുടെ ഭാഗത്തു നിന്നുള്ളൂ. ഒരു റോഡ് പോലും ഇല്ല. ഈ വണ്ടിക്ക് തന്നെ 2 മാസം മുന്നേ ഫ്രണ്ട് പണിതതാണ്. ഇപ്പോൾ വീണ്ടും പണിയണം. 10,000 രൂപ വേണം. ചെറിയ ചെറിയ കാശിനുള്ള ഓട്ടങ്ങളുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇവരുണ്ടാക്കി തരുന്ന ദുരിതം കൊണ്ട് ജീവിതം അമ്പേ വഴിമുട്ടിപ്പോയി. ഇവർ നമ്മളോട് ചെയ്യുന്ന ക്രൂരതയ്ക്ക് ഒരു അതിരുമില്ല. ഇതിലും ഭേദം കൊല്ലാണ്. ഇത് കൊല്ലിന് ഒരൊറ്റ റോഡ് പോലും ഇല്ല. ഇവരൊരു നാശത്തിൻ്റെ സന്തതികളാണ്. ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇത് മാർക്സിസ്റ്റുകാർക്കും കിട്ടില്ല, കോൺഗ്രസ്സുകാർക്കും കിട്ടില്ല. ഇതൊക്കെ BJPക്കാർ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. ഇവർ നമ്മളെ കൊല ചെയ്യവർ. ഒരൊറ്റ റോഡ്, ഒരു വികസനം, കാര്യങ്ങൾ ഒന്നുമില്ല. 10 രൂപ ഇവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് അവർ ആഘോഷങ്ങളും ചന്തകളും സൂത്രപ്പണികളൊക്കെ ആയിട്ട് അവരടിച്ചു മാറ്റി കൊണ്ടുപോയി വൈകുന്നേരം അവരുടെ തീറ്റക്കൂട്ടങ്ങളിലും ആഘോഷങ്ങളിലും അവർ സുഖമായി ജീവിക്കുക. അവരെ കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ല. പിന്നെ ഇവർ ഇടയ്ക്ക് ഓരോരുത്തരെ മാറ്റി ചെയർപേഴ്സണാക്കും, മറ്റവരാക്കും. ഇവരുടെ വീതം വെപ്പ് ഇപ്പം ആരും ശ്രദ്ധിക്കാണ്ടായി. ഇവരെ വീതം വെപ്പ്. ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇത്രയേ ഉള്ളത്. ഇപ്പോൾ ചേട്ടാ, ഇപ്പോൾ ഒരു ഓട്ടോ തൊഴിലാളി എന്നുള്ള നിലയിൽ ചേട്ടൻ്റെ ഒരു വാഹനത്തിൽ നിരവധി ആളുകൾ കയറുന്നാണല്ലോ. ഇരിഞ്ഞാലക്കുടയിലെ ആളുകളുടെ ഒരു അഭിപ്രായം, ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്? അവരോടൊക്കെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത്? എങ്ങനെയാണ്? അവർക്ക് പുച്ഛണ് ഇവരെ. നമ്മൾ അവരായിട്ട് സംസാരിക്കുമ്പോൾ ഓരോരുത്തരും അവർ കഠിനമായി പുച്ഛിക്കുക. ഇവരൊരു വെറുക്കപ്പെട്ട ജന്തുക്കളെ പോലെ കാണുന്നുള്ളൂ. ചെയർപേഴ്സണായാലും ഈ മെമ്പർമാരായാലും ഈ കോൺഗ്രസിൻ്റെ മെമ്പർമാരൊക്കെ ഏതാണ്ട് ബഫൂൺ പോലെയാണ് ആൾക്കാർ കാണുന്നത്. വെറും ബഫൂണുകളെ പോലെ, കോമാളികൾ. അവർക്ക് ഒരു അടിസ്ഥാനമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റും സമൂഹത്തിനോടില്ല. ഇവരൊന്നും ശരിയാവില്ല. കാരണം
ഇവർ ക്രൂരന്മാരാണ്. ജനങ്ങളെ പറ്റിച്ച് ഇവർ കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ക്രൂരന്മാർ. അപ്പോൾ ഇരിഞ്ഞാലക്കുട ഭരണമാറ്റത്തിനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഭരണമാറ്റത്തിനുള്ള സാധ്യതയുണ്ട്. അത് ഈ പ്രാവശ്യം എന്തായാലും ഞാൻ ഇപ്പോൾ വ്യക്തമായ രാഷ്ട്രീയത്തിൻ്റെ ആളൊന്നല്ല, എന്നാലും ഇത് BJP കൊണ്ടുപോകുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സംസാരിക്കുന്ന ആൾക്കാർ മുഴുവൻ അങ്ങനെ തന്നെ പറയുന്നത്. കാരണം ഇപ്പോൾ ഈ ചേട്ടാ ഇപ്പോൾ വളരെ ചരിത്രപരമായിട്ടുള്ളൊരു ക്ഷേത്രം നിലനിൽക്കുന്ന ഒരു നഗരം കൂടിയാണല്ലോ ഇരിഞ്ഞാലക്കുട. അപ്പോൾ ഇവിടെ ഈ കൂടൽമാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള തൊട്ട് മുന്നിലുള്ള കുളത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഇവർക്ക് ക്ഷേത്രങ്ങൾ എന്താണെന്ന് വരെ അറിയില്ല. ഇവർക്ക് ക്ഷേത്രത്തിനോട് എന്ത് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്? ക്ഷേത്രത്തിനോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തവർക്ക് എന്ത് കുളത്തിനോട് കമ്മിറ്റ്മെൻറ്റ്? എത്ര വർഷമായി ആ കുളം തകർന്ന് കിടക്കുന്നത്? ഇവർ നാളെ നന്നാക്കും മറ്റന്നാൾ നന്നാക്കും പറഞ്ഞ് അടക്കി ഓരോ പോസ്റ്റ് അടിക്കും, ഫ്ലക്സും വയ്ക്കും. ആ ഫ്ലക്സ് അടിക്കുന്ന കാശൊന്നും പകുതി ഇവർ കൊണ്ടുപോകുന്ന തോന്നുന്നു. ഇവർക്ക് അത്രയേ ഉള്ളൂ. ഇവർക്കൊക്കെ ക്ഷേത്രത്തിനോടൊന്നും ഒരു കാര്യമില്ല. ഇവർ പുച്ഛാൻ തോന്നുന്നുണ്ട് ക്ഷേത്രത്തിനോട്. ഇവർ ക്ഷേത്ര സംരക്ഷകരൊന്നല്ല, ഇവർ ക്ഷേത്ര ധംസകന്മാരാണ്. ഇവർ ഈ കുളമൊക്കെ ക്ഷേത്രത്തിൻ്റെതായതുകൊണ്ട് മാത്രം ഇവരങ്ങനെ നശിപ്പിച്ച് കളയുന്നതാണ്. ഇവർ മറ്റ് പല കാര്യങ്ങളാണെങ്കിൽ ഇവരത് നന്നാക്കിയെടുത്ത് തന്നെ. ഇവർക്ക് ഇതിനോട് താല്പര്യമില്ല, അത്ര തന്നെ. ഇപ്പോൾ ഈ കേരളം വളരെയധികം ശ്രദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ബാങ്ക് കൊള്ള എന്ന് തന്നെ പറയാം, കരുവന്നൂർ. അപ്പോൾ അത് കേരളം മുഴുവൻ ചർച്ച ചെയ്താണ്. അത് ഇരിഞ്ഞാലക്കുടയിൽ തന്നെയാണ് ഈ കരുവന്നൂർ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതിൽ നിന്നൊക്കെ ശ്രദ്ധ ജനങ്ങൾ പിന്നോട്ട് പോയോ? അങ്ങനെ ഒരു വിഷയം മറന്നോ? അത് മറക്കാനുള്ളതല്ല. കാരണം അത് മറക്കാൻ ആർക്കും കഴിയില്ല. അത് കണ്ണീരാണത്. അത് വെറും കണ്ണീരല്ല, അത് രക്തം വീണ മണ്ണാണ് ഈ കരുവന്നൂർ. ഒരുപാട് പാവപ്പെട്ടവരുടെ. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ക്രൈസ്റ്റ് കോളേജിൻ്റെ ബസ് ഓടിക്കുന്നുണ്ട്. അവിടുത്തെ 7 ലക്ഷം രൂപ ഉണ്ടായിരുന്നു അവിടെ. ആ സ്ത്രീക്ക് 1.5 ലക്ഷം രൂപയാണ് അതിൻ്റെ മകളുടെ കല്യാണത്തിന് കിട്ടിയത്. അതിൻ്റെ കണ്ണീര് നിസ്സാരമല്ലായിരുന്നു. ആ കണ്ണീര് ഒരു പോവില്ല. പിന്നെ ഈ കോൺഗ്രസ്സുകാർക്ക് അതിൽ ഒരു ഉത്തരവാദിത്വമൊന്നുമില്ല, അവർക്ക് അതിൽ സങ്കടമില്ല. കാരണം അവരവിടെ കട്ടു, ഇവരിവിടെ കട്ടു, ഇത്രയേ ഉള്ളൂ. ഇവരൊരു ടീമാണെന്നേ, ഒരൊറ്റ ടീം. ഇവർ രണ്ടുപേരും കുറച്ച് പേര് അവിടെ കക്കും, കുറച്ച് പേര് ഇവിടെ കക്കും. ഇവരൊരു എന്തെന്നാ പറയുക, പിന്നെ ഒരു അന്തിക്കൂട്ടങ്ങൾ എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഇവർ പകല് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും, രാത്രി ആകുമ്പോൾ ഇവർ ഒരേ സ്ഥലത്ത് കൂടിയിരുന്ന് ആഘോഷിച്ച് തരിപ്പണാക്കി കളിയും. ഇത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു ചേട്ടാ? എൻ്റെ പേര് ആനന്ദൻ. ഓക്കെ, ഇരിഞ്ഞാലക്കുടക്കാരൻ തന്നെയല്ലേ? ഇരിഞ്ഞാലക്കുട. ഓക്കെ ചേട്ടാ, ഇപ്പോൾ വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ, ഇപ്പോൾ നമ്മുടെ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ എന്താണ് ഒരു ഭരണമാറ്റത്തിനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ നിലവിൽ കഴിഞ്ഞൊരു 25 വർഷമായിട്ട് UDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് തന്നെ തുടരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് അവരുടെ പ്രവർത്തനത്തിൽ താങ്കളുടെ അഭിപ്രായം? ഇപ്പോഴത്തെ കണ്ടീഷനിൽ UDFും LDFും വരാനുള്ള സാധ്യത കുറവാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വികസനങ്ങളില്ല, ഒന്നുമില്ല. റോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ മോശമാണ്. നമുക്കിപ്പോൾ റോഡിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് 15 കൊല്ലമായി ഇത് കൊണ്ടെടുക്കുന്നു, ഓട്ടോ ഓടിക്കുന്നു. 15 കൊല്ലമായി ഓട്ടോ ഓടിക്കുന്നു. ഈ കൊല്ലത്തെ പോലത്തെ ഒരു റോഡ് മോശം ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഫ്രണ്ടൊക്കെ പോയിട്ട് ഭാര്യയുടെ മാല പണയം വെച്ചിട്ട് ഒരു മാല ഉണ്ടായിരുന്നു, അത് പണയം വെച്ചിട്ട് 7000 രൂപയ്ക്കാണ് ഞാൻ ഇപ്പോൾ വണ്ടി മിനിഞ്ഞാന്നാണ് പണിതിറക്കിയ വണ്ടി. ഇവിടെ ഒരു റോഡും ഇരിഞ്ഞാലക്കുടയിൽ ഒരു റോഡും നല്ലതല്ല, ഒരൊറ്റ റോഡ് നല്ലതെന്ന് പറയാനില്ല ഇരിഞ്ഞാലക്കുടയിൽ. അപ്പോൾ വളരെ മോശമായ അവസ്ഥയാണ് ഇപ്പോൾ. ഇവിടുന്ന് ഒരു മന്ത്രി ഉണ്ടല്ലോ, ഒരു ബിന്ദു എന്ന് പറയുന്ന മന്ത്രി ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഇടപെട്ടിട്ട് ഇതിനൊരു പരിഹാരം കാണാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു വഞ്ചനയായിട്ട് തോന്നുന്നു. മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പം 4 കൊല്ലം അങ്ങോട്ടായെന്ന് പറയുന്നുണ്ട് ജയിച്ചിട്ട്. ഇതുവരെ ഞാൻ മന്ത്രീനെ ഞാൻ കണ്ടിട്ടില്ല. കാറ് പോണ് കാണാം, ഒരു 18 കാറ് ഒരു പോലീസ് ജീപ്പും കൂടി പോണ് കാണാം. ഞാൻ ഈ ബിന്ദു എന്ന് പറഞ്ഞ കക്ഷീനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ സ്റ്റാൻഡിലാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. ഇതുവരെ ഞാൻ ഈ കക്ഷീനെ കണ്ടിട്ടില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു യാതൊരു വക വികസനം എന്ന് പറയാൻ ഇരിഞ്ഞാലക്കുടയിലില്ല. ഞാൻ ഈ 15 കൊല്ലം, ഞാൻ ഗുജറാത്തിലായിരുന്നു, ഇവിടെ വന്നിട്ട് ഒരു 15 കൊല്ലമായി ഓട്ടോ ഓടിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഒരു വികസനം എന്ന് പറയാനൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഓട്ടോയിൽ കയറുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഈ കട്ടറയിൽ അല്ലെങ്കിൽ വണ്ടി ഈ കുഴിയിൽ ചാടുന്ന സമയത്തൊക്കെ അവരുടെയൊക്കെ ഒരു പ്രതികരണങ്ങൾ എന്താണ്? അവരെന്താ പറയുന്നത്? ഇപ്പോൾ ഈ കട്ടറിൽ ചാടുന്നതല്ല. ഇപ്പം ഇത് മിനിഞ്ഞാന്ന് തന്നെ ഒരു 2 സ്ത്രീകൾ കയറിയിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ പതുക്കെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പതുക്കെ പോകാൻ എനിക്ക് പറ്റില്ല, കുഴിയിൽ ചാടാണ്ട് പോകാൻ എനിക്ക് പറ്റില്ല. കുട്ടി ഇവിടെ ഇറങ്ങിയിട്ട് നടന്നോ, അത് പ്രഗ്നൻ്റ് ആണ്.
അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു കുട്ടി ഇവിടെ ഇറങ്ങിയിട്ട് നടന്നോ, ചേട്ടന് കുറ്റാവും. ഇതിൽ കുഴിയില്ലാണ്ടുള്ള റോഡില്ല, കുഴിയില്ലാതെ എങ്ങനെ പോകും ഞാൻ? സണ്ണി സിൽക്കിൻ്റെ അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ, ഇരിഞ്ഞാലക്കുട സണ്ണി സിൽക്ക് അറിയൂ, അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു കുഴിയില്ലാത്ത റോഡില്ല. അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു, കുട്ടി ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇറങ്ങി നടന്നു, കുറച്ച് ദൂരമുള്ളൂ, അപ്പം നടക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അമ്മയും പറഞ്ഞു ശരിയാണ്, ഈ ചേട്ടൻ പറഞ്ഞത് ശരിയാണ്, നമുക്ക് കുറച്ചല്ലേ സ്റ്റാൻഡിലേക്ക് നടക്കാനുള്ളൂ, അന്ന് നടന്നു പോകാമെന്ന് പറഞ്ഞു. ഇതാണ് അഭിപ്രായം അല്ലേ? ഇതാണ് അഭിപ്രായം. അപ്പോൾ പിന്നെ ശരി. നമസ്കാരം. ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി കഴിഞ്ഞൊരു 25 വർഷമായിട്ട് UDF ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒരു ഓട്ടോ തൊഴിലാളി എന്നുള്ള നിലയിൽ ഇരിഞ്ഞാലക്കുടയിൽ മുഴുവൻ സ്ഥലങ്ങളിലും പോകുന്ന ഒരാളാണ്. എന്താണ് ചേട്ടൻ ഒരു കാഴ്ചപ്പാട്? ഭരണം എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ നല്ലതാണോ മോശമാണോ എങ്ങനെയാണ്? ഇവിടെ ഭരണം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എന്താ അങ്ങനെ പറയാൻ കാരണം എന്താ? അല്ല, ഇതിലൊന്ന് സഞ്ചരിച്ച് നോക്കി അറിയാൻ പറ്റും. ഒരു പുരോഗമനം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജനിച്ചപ്പോട്ട് എനിക്കറിയാം, എനിക്ക് 14 വയസ്സായി. നമ്മൾ 18 വയസ്സിൽ വണ്ടി എടുത്ത് തുടങ്ങിയതാണ്. ഇതുവരെ അങ്ങനെ ഒരു പുരോഗമനം പോയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്താണ് ഇവരോട് പറയാനുള്ളത്? ഇവിടുത്തെ ഭരണകൂടത്തോട് പറയാനുള്ളത് എന്താണ്? എങ്ങനെയുണ്ട് റോഡുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അവരോട് പറയാനുള്ളത് ജനങ്ങളിലേക്കൊന്നും ഇറങ്ങിയതല്ല. അപ്പം അറിയാൻ പറ്റും, ജനങ്ങളുടെ വിഷമങ്ങൾ അറിയാൻ പറ്റും. റോഡുകൾ ശരിയാക്കുക, നമുക്കതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് റോഡ് ശരിയാക്കി തരണം. റോഡിന് ഇപ്പോൾ ഇവിടുന്ന് 2 കിലോമീറ്റർ ചുറ്റുള്ളൂ വണ്ടിയിലൊന്ന് യാത്ര ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ ആൾക്കാർ യാത്ര ചെയ്യുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്ത് ഈ വഴി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു മന്ത്രികൾ ചോദിക്കുന്നുണ്ട്. അപ്പം ശരി, ഞങ്ങൾക്ക് മന്ത്രി ചോദിക്കുന്നുണ്ട്, പറഞ്ഞിട്ടെന്താ ഒന്നും ചെയ്യണില്ല. മന്ത്രി ഇപ്പോൾ ഈ വഴിക്ക് ഒരു ദിവസം 3-4 ദിവസമൊക്കെ 3-6 പ്രാവശ്യം കറങ്ങണ ആളാണ്, വീട്ടിലേക്കും ആ ഓഫീസിലേക്കൊക്കെ ആയിട്ട് ആളും കാണുന്നുണ്ട്. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ ഇവിടെ ഒരു ഭരണമാറ്റത്തിനുള്ള സാഹചര്യമുണ്ടോ, സാധ്യതയുണ്ടോ? ഭരണം മാറാൻ നല്ലതാണ്, സാഹചര്യമുണ്ട്. ജനങ്ങൾ അത് നോക്കി കണ്ട് അറിഞ്ഞ് ചെയ്താൽ സാധ്യതയുണ്ട്. ഭരണം മാറും. മാറണം, എന്നാൽ കാര്യമുള്ളൂ.